हे प्रभु, हे वेंकट प्रभु, हे हरिराम कृष्ण जगन्नाथ प्रेमानंदी, ये क्या हुआ? ഈ സിനിമ ആസ് എ വിജയ് ഫാൻ ട്രെയിലറൊന്നും കണ്ടിട്ട് പാട്ടുകളൊന്നും കേട്ടിട്ട് എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും തന്നിട്ടില്ല, ഒരു ഹൈപ്പും ഇല്ലായിരുന്നു. എന്തെങ്കിലും മതി കണ്ടിട്ട് വരാമെന്നുള്ള മൈൻഡ് സെറ്റായിട്ടാണ് തിയേറ്ററിലോട്ട് പോയത്. ഇപ്പം നിങ്ങൾ കുറേ പേര് ഈ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരൊന്നും ഈ റിവ്യൂവിൻ്റെ നിങ്ങളെ പ്രതീക്ഷ കളഞ്ഞ് ബാക്കി കാണണ്ടേ. നമ്മുടെ സുനിത ചേച്ചി ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയിട്ടുണ്ട്, റിട്ടയറായി. നമ്മളെ മറ്റേ പുകയിലയുടെ പരസ്യം പറയില്ലേ, നല്ല അരുമயான കുടുംബവും 2 മക്കളൊക്കെ ഉണ്ടായിട്ട് എന്തോ അഹങ്കാരം കൂടിയിട്ട് പുകയില കഴിച്ച് ക്യാൻസർ വന്നവർ. അപ്പോൾ അവർ മാറി വേറെ അണ്ണനാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ തുടങ്ങി ഇൻട്രോ വരുന്നു. ഇൻട്രോയിൽ ഒരു ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടെക്നിക്കലി ഒന്നും കൊള്ളത്തില്ല, എന്നാലും ട്രിബ്യൂട്ടായിട്ട് ഞാനൊന്നും പറയില്ല. വേറെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത ഒരു ഇൻട്രോ. അത് കഴിഞ്ഞിട്ട് വിജയുടെ ഫാമിലി സ്നേഹ വരുന്നു. കുറച്ച് ക്യൂട്ട്നെസ്, കുറച്ച് ക്രിഞ്ച്, വാട്സാപ്പിൽ വന്നിട്ടുള്ള കോമഡിയൊക്കെ ഉണ്ട് ഇതിൽ. ഞാൻ അപ്പോഴേ ആലോചിച്ചു, വെങ്കട്പ്രഭുവിന് ഇത്രയും ദാരിദ്ര്യമോടെ. എന്തെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ തായ്ലൻഡിലേക്ക് പോവുകയാണ്. തായ്ലൻഡിൽ പോയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മറ്റേ മിഷനും കുറച്ച് വെടിയും വണ്ടിയൊക്കെ കറക്കുന്നത്, കാറൊക്കെ പറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ എന്തിനാണ് ഏതാണെന്നൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പാക്റ്റും ഇല്ല. ചുമ്മാ ഇങ്ങനെ ഓക്കെ എന്നാണ് കണ്ടങ്ങ് പോയി. തായ്ലൻഡിൽ ചെന്നിട്ട് അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് നല്ല രസമായിരുന്നു. അതിൽ ദളപതി അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാലം കടന്നു പോകുന്നു. ദളപതിക്ക് വയസ്സാകുന്നു. കുറച്ച് നേരത്തേക്ക് ദളപതി മാത്രമേ വയസ്സായുള്ളൂ, ബാക്കി എല്ലാവരും അതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ട്രാക്കിലായി. പിന്നെ നമ്മുടെ അമൽ ഡേവിസ് വരുന്നു. അമൽ ഡേവിസ് വിജയ്ക്ക് പക്ഷേ ഇതൊക്കെ ആണെങ്കിലേ അത് ഡി ഏജിങ് ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒറിജിനലായിട്ട് ഈ ഏജിലുള്ള ഒരു പയ്യൻ വന്ന് ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആൾ വെറുപ്പിക്കലാണ്. അങ്ങനെ പോയി പിന്നെ അങ്ങോട്ട് ഈ സിനിമയ്ക്കകത്ത് ഒരു പുണ്ണാക്കുമില്ല. ഇത് തീരെ ഒരു ഒന്നുമില്ലാത്ത ഒരു പൊട്ട കഥയും അതിനെ അപരാധിച്ച് വെച്ചിരിക്കുന്ന ഒരു തിരക്കഥയും എന്തൊക്കെയോ അവർ കാണിക്കുന്നു. ഒരു ഇമോഷണൽ കണക്ഷനോ ഒന്നും സിനിമയായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് പിന്നെ പോകുമ്പോൾ ഇത് എങ്ങോട്ട് പോകും ഏതാണെന്നുള്ളത് നമുക്കറിയാം. കുറേ ട്വിസ്റ്റുകളുണ്ടായിരുന്നു, ഭയങ്കര ഫ്രഷ് ട്വിസ്റ്റുകളായിരുന്നു. അങ്ങനെ പോയി ഈ സിനിമ അങ്ങ് അവസാനിച്ച് ഒന്നും അവശേഷിപ്പിക്കാതെ കടുത്ത നിരാശ മാത്രം തന്ന ഒരു സിനിമയായിരുന്നു. നമുക്കിപ്പം ദളപതിക്ക് 2 സിനിമകളൊക്കെ ഇനിയിപ്പം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആ സമയത്ത് എപ്പോഴും ഓർത്ത് വയ്ക്കാവുന്ന 2 സാധനങ്ങൾ ചെയ്യണ്ടേ. ഇത് എന്തുവാ ഇതിൽ സയൻസ് ഫിക്ഷനോ മറ്റേ ടൈം ട്രാവലർ തേങ്ങയൊന്നുമില്ല. സയൻസ് ഫിക്ഷൻ ഉണ്ട്. ലാസ്റ്റ് എന്തോ ഒരു പരിപാടി, എന്തോന്ന് ഓജി വേഴ്സസ് കോക്രോച്ച്, അങ്ങനെ എന്തോ ഒരു സാധനം, എന്തോ ഒരു സാധനം വരുന്നുണ്ട്. അതുവരെ അങ്ങനെയൊന്നുമില്ല. ഒരു ആക്ഷൻ സ്പൈ അങ്ങനത്തെ ഒരു പടം. സാധാരണ വിജയ് ഒരു പടം വരുമ്പോൾ പാട്ടൊക്കെ വരുമ്പോൾ ഈ പാട്ട് എത്തിയല്ലോ, ഇത് തകർക്കാന്നുള്ള സെറ്റപ്പിലാണ് നമ്മൾ പാട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ പാട്ടൊക്കെ വരുമ്പം എതുക്കടാ ഇന്ന ടൈമിൽ ഒരു പാട്ട് അങ്ങനെയൊക്കെ ആലോചിച്ച് പോകണ്ടേ. അത് ആദ്യമായിട്ടാണ് ഒരു വിജയ് പടത്തിൽ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ച് പോകണത്. നല്ല ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ ട്രിം ചെയ്താലും പ്രത്യേകിച്ച് കഥ ഇതല്ലേ, ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഇടയ്ക്ക് വെച്ച് വിജയുടെ കുറച്ചുകൂടി ഒരു ചെറുപ്പക്കാലം വരുന്നുണ്ട്. അത് നമ്മൾ ട്രെയിലർ കണ്ടില്ലേ, അത് നല്ല അവരാജ് വെച്ചിട്ടുണ്ട്. കാർട്ടൂൺ നെറ്റ്വർക്ക്, അത് മാത്യൂസ് ആണെന്നാണ് തോന്നുന്നത്. അതിനേക്കാൾ മാത്യൂസിനെ പിടിച്ച് നിർത്തി അഭിനയിപ്പിച്ചാൽ മതിയായിരുന്നു. പ്രഭുദേവയുണ്ട്, പ്രശാന്ത്, പഴയ പ്രശാന്ത്, സ്നേഹയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ ജയറാമേട്ടനുണ്ട്, മൈക്ക് മോഹനുണ്ട്. പണ്ടേ ഫീൽഡ് ഔട്ടായി പോയ പുള്ളിക്കാരനെ വീണ്ടും കൊണ്ടുവന്ന് ഫീൽഡ് ഔട്ടാക്കി വിട്ടിട്ടുണ്ട്. യോഗി ബാബു ഇടയ്ക്ക് വരുന്നുണ്ട്, കനിഹയുണ്ട്, ലൈലയുണ്ട്. ലൈലയൊക്കെ കുറച്ചേ ഉള്ളൂവെങ്കിൽ ലൈലകളൊക്കെ അഭിനയമൊക്കെ ഏത് വാക്കിന് പോകണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അജ്മൽ അമീറുണ്ട്, വൈഭവ്, പിന്നെ പുള്ളിയുടെ സ്ഥിരം ടീമുകളുണ്ടല്ലോ, പ്രേംജി, അരവിന്ദ്, ഇവരൊക്കെ ഉണ്ട്, VT ഗണേഷ്. ഇതൊക്കെ തന്നെ പടം. എന്തൊരു പറയണ്ടേ. എന്തരാ വരട്ടെ.